ബെല്ലിന്റെ കാമുകനായിട്ടുള്ള അഡ്രിയാൻ ഒരു മ്യൂസിഷ്യനാണ്. ഒരു ദിവസം അവന്റെ ബാൻഡിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെയും അവന്റെ ബാൻഡിലെ മറ്റൊരു പെൺകുട്ടിയെയും സംശയം തോന്നുന്ന രീതിയിൽ ബെലിൻ കാണുന്നു. പിന്നീട് അവന്റെ ഓഫീസിൽ വെച്ചും അവർ രണ്ടുപേരും മാത്രമായി നിൽക്കുന്നത് അവൾ കാണുന്നു. അങ്ങനെ അവൾക്ക് അവനെ പറ്റി ചില സംശയങ്ങളൊക്കെ തോന്നുകയും അവന്റെ ഫോൺ അവൾ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴാണ് അവൻ അവളെ വിളിക്കാറുണ്ടെന്നും അവളുമായി ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടെന്നും അവൾക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് അവളുമായി ഫോണിൽ ചാറ്റ് ചെയ്തതല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലാന്ന് അഡ്രിയാൻ അവളോട് പറയുന്നു. പക്ഷെ അവൾക്ക് അവനെ വിശ്വാസമായിരുന്നില്ല. ഇതൊക്കെ അറിഞ്ഞ് അവൾ ഒരുപാട് സങ്കടപ്പെടുന്നു. അടുത്ത ദിവസം അവളുടെ ഹൗസ് ഓണറായിട്ടുള്ള ലേഡി അങ്ങോട്ട് വരുന്നു. അവരോട് നടന്ന കാര്യങ്ങളൊക്കെ അവൾ പറയുന്നു. അതെല്ലാം കേട്ട് അവളുടെ പാവം തോന്നിയ ആ സ്ത്രീ ആ വീട്ടിൽ ഒരു രഹസ്യമായ റൂം ഉണ്ടെന്നും അതിനകത്ത് ഒളിച്ചിരിക്കുകയാണെങ്കിൽ അഡ്രിയനും മറ്റേ പെൺകുട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്നും പറയുന്നു. അത് കേട്ടതും അവൾ നാട് വിട്ടതുപോലെ അഭിനയിക്കാനും ആ റൂമിൽ കയറി ഒളിച്ചിരിക്കാനും അവൾ തീരുമാനിക്കുന്നു. അവൾ ആ റൂം തുറന്നു നോക്കുന്നു. അതിനുശേഷം അവൾ പോവുകയാണ് എന്നുള്ള രീതിയിൽ അവൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. കൂടാതെ അവളുടെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തെടുക്കുകയും അവൻ കണ്ടാൽ അവൾ പോയി എന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് ആക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അഡ്രിയാൻ കയറി വരുന്നു. പെട്ടെന്ന് തന്നെ അവൻ കാണുന്നതിന് മുൻപായി അവൾ ആ റൂമിനകത്ത് കയറി വാതിലടയ്ക്കുന്നു. അങ്ങനെ വീട്ടിലെത്തിയ അഡ്രിയാൻ ആ വീഡിയോ കാണുകയും ഒരുപാട് സങ്കടം വന്ന് കരയുകയും ചെയ്യുന്നു. അവൻ കരയുന്നത് കണ്ടതും അവൻ അവളെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കി അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ അവൾ എങ്ങോട്ടാണ് പോയത് എന്ന് മനസ്സിലാവാതെ അവൻ ഒരുപാട് പേരെ വിളിച്ചു നോക്കുന്നു. ഒരു റെസ്പോൺസും ഇല്ലാതായ സമയത്ത് അവൻ ഒരുപാട് കരയുകയും വിഷമിച്ച് അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് അവൻ അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാൻ ആ റൂമിൽ നിന്നും ഇറങ്ങാൻ അവൾ തീരുമാനിക്കുന്നു. പക്ഷെ ആ സമയത്താണ് തിരക്ക് പിടിച്ച റൂമിനകത്ത് കയറുന്നതിനിടയിൽ താക്കോൽ എടുക്കാതെയാണ് അവൾ കയറിയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ആ റൂം സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അവൾ ഒരുപാട് അലറി നോക്കിയിട്ടും അവൻ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ അതിനകത്ത് പെട്ടുപോയി എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവളുടെ ഒരു വിവരവും ഇല്ലാതായപ്പോൾ അവൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. അവിടെ നിന്നും അതേ ദിവസം മറ്റൊരു ചെറുപ്പക്കാരൻ കൂടി മിസ്സായിട്ടുണ്ടെന്നും വീഡിയോ കൂടി ഉള്ളതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒളിച്ചോടിയതായിരിക്കാൻ സാധ്യതയുണ്ട് എന്നും പോലീസുകാർ പറയുന്നു. അത് കേട്ടതോടുകൂടി അഡ്രിയൻ ഒരുപാട് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നു. അതേസമയം ബെലിൻ ആ റൂമിനകത്ത് ഉണ്ടായിരുന്ന പഴകിയ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ തിരികെ വീട്ടിലെത്തിയ അഡ്രിയൻ ആ വീഡിയോ വീണ്ടും എടുത്ത് കാണുകയും ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകാൻ തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ എത്ര അലറിയിട്ടും നിലവിളിച്ചിട്ടും ഒരു ശബ്ദം പോലും പുറത്തു വരാത്തതുകൊണ്ട് അവനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആ ദേഷ്യത്തിൽ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിനടിക്കുന്നു. ആ സമയത്ത് സിങ്കിനുള്ളിലുള്ള വെള്ളം ഇളകുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും അവൾ അതിനകത്തുള്ള കാര്യം അവനെ അറിയിക്കാൻ വേണ്ടി അവൾ ആ പൈപ്പിനിട്ട് ഒരുപാട് അടിച്ചു നോക്കുന്നു. പക്ഷെ ആ സിങ്കിനുള്ളിലുള്ള വെള്ളം ഇളകുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അവന്റെ സങ്കടം മാറ്റാൻ ബാറിൽ പോയി മദ്യപിച്ച് ലെക്ക് കെട്ട് കരയുകയും എല്ലാം ചെയ്യുന്നത് പതിവാകുന്നു. അങ്ങനെ ഒരു ദിവസം ആ ബാറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാബിയാന എന്ന് പറയുന്ന പെൺകുട്ടിയെ അവൻ പരിചയപ്പെടുന്നു. അങ്ങനെ അന്നും ഒരുപാട് മദ്യപിച്ച് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളുമായി അടിയുണ്ടാക്കുന്നു. അവനെ കൊണ്ട് അന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഫാബിയാന അവനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ ബോധം വന്ന അഡ്രിയാൻ താൻ മറ്റൊരാളുടെ വീട്ടിലാണുള്ളതെന്ന് മനസ്സിലാക്കിയതും അവളോട് പറയുക പോലും ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീടാണ് അത് മോശമായി പോയി എന്നുള്ള കാര്യം അവന് മനസ്സിലായത്. അന്ന് രാത്രി വീണ്ടും ബാറിലേക്ക് പോയവൻ ഫാബിയാനെ കാണുകയും അവളോട് സോറി പറയുകയും ചെയ്യുന്നു. പിന്നീട് അവർ രണ്ടുപേരും പരിചയപ്പെടുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ സംസാരത്തിലൂടെ അവൾക്ക് അവനോട് ഒരുപാട് താല്പര്യം തോന്നുന്നു. അവനോട് കല്യാണം കഴിഞ്ഞതാണോ അതോ ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നെല്ലാം അവൾ ചോദിക്കുന്നു. രണ്ടുമില്ല എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവളെ അവൻ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരു സ്ത്രീയെയും കൂട്ടി അഡ്രിയൻ വീട്ടിലേക്ക് വന്നത് ബെലിൻ കാണുന്നു. അങ്ങനെ അവൾക്ക് ഒരുപാട് സങ്കടമാവുകയും അവൾ കരയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ഫാബിയാന ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെലിൻ പൈപ്പിനിട്ട് അടിക്കുകയും അവളെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. ആ വെള്ളം ഇളകുന്നതും ആ പൈപ്പിനകത്ത് നിന്നും എന്തോ ശബ്ദം വരുന്നതും അവൾ ശ്രദ്ധിക്കുന്നു. പക്ഷെ അതെന്തായിരിക്കുമെന്ന് ഫാബിയാനയ്ക്ക് ആ സമയത്ത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഒരുപാട് രീതിയിൽ ബെലിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫാബിയാനയ്ക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ബെലിന്റെ ബോയ് ഫ്രണ്ടുമായി ഫാബിയാന ഒരുപാട് അടുക്കുന്നു. അത് കണ്ട് ബെലിൻ ഒരുപാട് ദേഷ്യം വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഫാബിയാനയ്ക്ക് ബെലിനുള്ള റൂമിന്റെ കീ കിട്ടുന്നു. അതൊരു മാലയാണെന്ന് കരുതി അവൾ കഴുത്തിലിടുന്നു. ആ സമയത്ത് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്നും അത് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്നും പറഞ്ഞ് അഡ്രിയാൻ ഒരു കോൾ വരുന്നു. അത് കേട്ടതും ഫാബിയാനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ബെലിൻ മരിച്ചതാണെങ്കിൽ പൂർണ്ണമായും അഡ്രിയാൻ തന്റേത് മാത്രമാകുമെന്ന് അവൾ സന്തോഷിക്കുന്നു. ഇതെല്ലാം ആ മുറിയിൽ നിന്നും ബെലിൻ കാണുന്നുണ്ടായിരുന്നു. വീണ്ടും ആ സമയത്ത് വെള്ളം ഇളകുന്നത് ഫാബിയാന കാണുന്നു. അതിന്റെ കൂടെ പൈപ്പിൽ നിന്നും ശബ്ദം കൂടെ കേട്ടു തുടങ്ങിയതോടുകൂടി ആ വീട്ടിനകത്ത് മറ്റാരോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ആ സമയത്താണ് ആ വീട്ടിലെ നായ എപ്പോഴും ആ കണ്ണാടി നോക്കിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ആ വീടിനകത്തുള്ളത് ബെലിൻ ആണെന്നും ആ കണ്ണാടിക്കകത്ത് ബെലിൻ ഉണ്ടെന്നും അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവൾ ആ റൂം തുറന്ന് ബെലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ രക്ഷപ്പെട്ടാൽ അഡ്രിയാനെ തനിക്ക് നഷ്ടമാകുമെന്ന് കരുതുന്ന ഫാബിയാന അത് വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ ഫാബിയാന ബെലിനോട് സോറി പറയുന്നു. പിന്നീട് ബെലിന്റെ മുന്നിൽ വെച്ച് തന്നെ ഫാബിയാന അഡ്രിയാനുമായി കൂടുതൽ അടുക്കുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ബെലിൻ എന്തിനാണ് ആ റൂമിനകത്ത് കയറി ഒളിച്ചതെന്ന് ഫാബിയാന അവളുടെ ഫ്രണ്ട് വഴി അറിയുന്നു. അഡ്രിയാനും അവന്റെ ബാൻഡിലെ പെൺകുട്ടിയും തമ്മിലുള്ള രഹസ്യബന്ധത്തിന്റെ കുറെ ഫോട്ടോസും അവൻ അവൾക്ക് കൈമാറുന്നു. അതറിഞ്ഞതും അവളെ സഹായിക്കാതിരുന്നതിൽ അവൾക്ക് കുറ്റബോധം തോന്നുന്നു. അങ്ങനെ അവൾ ബെലിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെ നിന്നും റെസ്പോൺസ് ഒന്നും കിട്ടാതായ സമയത്ത് അവൾ മരിച്ചിട്ടുണ്ടാകുമെന്ന് അവൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ ആ ഡോർ തുറന്നു നോക്കാൻ അവൾ ശ്രമിക്കുന്നു. അങ്ങനെ ഉള്ളിലെത്തിയ ഫാബിയാന ബെലിൻ നിലത്ത് വീണ് കിടക്കുന്നത് കാണുന്നു. അവളുടെ അടുത്തേക്ക് പോയതും ബെലിൻ ചാടി എഴുന്നേറ്റ് ഫാബിയാനെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു. എന്നിട്ട് അവൾ ആ റൂമിൽ നിന്നും ഇറങ്ങുകയും ഫാബിയാനെ ആ റൂമിലിട്ട് അടയ്ക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പുറത്തിറങ്ങിയ ബെലിൻ അഡ്രിയാന്റെയും അവന്റെ ബാൻഡിലെ പഴയ പെണ്ണിന്റെയും കുറെ ഫോട്ടോസ് കാണുന്നു. അവളുടെ സംശയം ശരിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. പിന്നീട് താൻ അതിനകത്ത് ജീവനോടെ ഉണ്ടെന്നറിഞ്ഞിട്ടും തന്നെ തുറന്നുവിടാതിരുന്ന ഫാബിയാനയെ ആ വീടിനകത്ത് ട്രാപ്പ് ചെയ്തിട്ട് അവൾ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു.